മക്കളെ, നമുക്കിവിടെ ഒരു 4 ചോയ്സ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഇറാഷണൽ നമ്പർ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇറാഷണൽ? 4 ചോയ്സ് ഉണ്ട്. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമലാണ്, അത് റാഷണലാണ്. ഇനി ബാർ വന്നാൽ ഇതിപ്പോൾ 0.14 കഴിഞ്ഞിട്ട് ഈ 16 റിപ്പീറ്റ് ചെയ്ത് വരിക. അതുകൊണ്ടാണ് 16ന് മാത്രം ബാർ കൊടുത്തത്. അപ്പം 14 16 16 16 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇതിങ്ങനെ അങ്ങ് നീണ്ടു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് റിക്കറിങ് ആണ്. കാരണം 16 16 തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഈ കേസ് നോക്കിയേ, ഇവിടെ 0.1416 1416 1416, കാരണം 1416ൻ്റെ മുകളിലാണ് ബാറ്. അപ്പോൾ അത് നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിലും റിപ്പീറ്റിംഗ് ആണ്. പക്ഷേ ഈ കേസ് ഒന്ന് നോക്കിയേ, 0. അതിനുശേഷം 401 ഇവിടെ 4001, ഇവിടെ 4001, സോറി 3 പ്രാവശ്യം 0, 2 പ്രാവശ്യം 0, 1 പ്രാവശ്യം 0. അപ്പം നോൺ ടെർമിനേറ്റിംഗ് ആണ്, അതോടൊപ്പം നോൺ റിപ്പീറ്റിംഗ് ആണ്. കാരണം ഇവിടെ 01 വന്നാൽ പിന്നെ ഇവിടെ 001 ആണ്. അപ്പം നോൺ ടെർമിനേറ്റിംഗ്, നോൺ റിപ്പീറ്റിംഗ്. അതുകൊണ്ട് ആൻസർ ഈസ് ഡി. ഇനി അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് 1.999 etc. in the form of p/q, where p and q are integers and q not equal to 0. ഈ 4 ചോയ്സിൽ ഏതാണ്? 1.9999 etc. നമുക്ക് പറയാം x ഈസ് ഈക്വൽ ടു 1.999 etc. ഇവിടെ സാറോ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഒരു നമ്പർ മാത്രം റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതുകൊണ്ട് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു 0 മാത്രമേ എടുക്കാവുള്ളൂ. 10x എന്ന് പറയുമ്പം 19.999 etc. ഇനി ഡിഫറൻസ് എടുക്കണം. 10x മൈനസ് എക്സ്. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 9x കിട്ടും, റൈറ്റ് സൈഡിൽ 19 മൈനസ് 1 18 വരും. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് ഈ 0.99 എക്സെട്രയും 0.99 എക്സെട്രയും ക്യാൻസലായി പോകും. അപ്പം നമുക്ക് 9x ഈക്വൽ ടു 18, x ഈക്വൽ ടു 18/9, x ഈക്വൽ ടു 2. അപ്പം നമ്മുടെ ആൻസർ എത്രയായിരിക്കും? ആൻസർ ഈ സി. അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തതാണ്. സാറിൻ്റെ മുൻ വീഡിയോസിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ അതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ട് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷമേ ഇങ്ങോട്ട് വരാവുള്ളൂ. സാർ എപ്പോഴും പറയുന്നൊരു കാര്യം, ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആ ചാപ്റ്ററിലെ തുടങ്ങുന്ന മുതലുള്ള വീഡിയോസ് കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോരണം. സാറ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് എടുത്ത് മക്കളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ശരിക്കും കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് മാത്രമേ സാർ എടുക്കുന്നുള്ളൂ. കാരണം സാറിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്കറിയാം. ജസ്റ്റ് 20% നിന്നും റാങ്ക് വാങ്ങിച്ചത് ഒരു പ്രത്യേക പഠന രീതി കൊണ്ടാണെന്ന് സാർ ആദ്യമേ പറഞ്ഞു. ആ പഠന രീതിയിൽ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ എക്സാമിനേഷൻ നമുക്ക് നല്ല മാർക്ക് വാങ്ങാം. ഇനി കൂടുതൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സാറിനെ വാട്സപ്പിൽ വിളിച്ചാൽ മതി. 1-to-1 ആയിട്ട് ഓൺലൈൻ ടീച്ചേഴ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിലേക്കും മക്കളൊന്ന് ഷെയർ ചെയ്യണം.